നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഭയങ്കര എക്സൈറ്റ്മെന്റ് സന്തോഷം അയാൾക്ക്. എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ഈ പേര് പറഞ്ഞു കളിക്കും, ഓരോരുത്തരുടെ സിനിമയുടെ പേര് പറഞ്ഞു കളിക്കും. ഇഷ്ടംപോലെ ആർക്ക് ഏറ്റവും കൂടുതൽ അറിയാം, നിനക്ക് ആറുകളുടെ ഏറ്റവും കൂടുതൽ പേര് അങ്ങനെ അറിയാം. ഇപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, ആനകളുടെ പേര് വരും, കുറെ ആനകളുടെ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടാന്ന് തോന്നുന്നു ആനകളുടെ പേരൊക്കെ പഠിക്കുന്നത്. ഈ സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചത്. സൈക്കിൾ ഇട്ടോ, സൈക്കിളാണ്, കാറൊന്നല്ല. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകതയാണെന്ന് വെച്ചാൽ എന്റെ സ്കൂള്, അതുപോലെ ഗുരുവായൂരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും തൊട്ടടുത്തായിട്ട് നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എന്റെ വീടിന്റെ തൊട്ടടുത്തും അതുപോലെ പരിസരത്തുള്ള ഗുരുവായൂർ പരിസരത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ എന്റെ സ്കൂളിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോണത്, ശ്രീകൃഷ്ണ സ്കൂള്. അവിടെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് വരുമ്പോ അവിടെ കാണണം എന്റെ സ്കൂള്. ഇതിന്റെ എൻട്രി എന്ന് പറഞ്ഞത് ഇവിടെയാണ്, ഈ ഭാഗത്ത്. ഈ കാണാണ് എന്റെ സ്കൂള്. ഇപ്പൊ പൂട്ടി കിടക്കാണ്, എന്താ വെച്ചാ സ്കൂളൊക്കെ അടച്ചല്ലേ, 2 മാസം വെക്കേഷൻ ഒക്കെ അല്ലേ. ഇപ്പൊ പൂട്ടി കിടക്കാണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞ് ജൂണൊക്കെ ആകുമ്പോ സ്കൂളൊക്കെ തുറക്കും. ഇതിന് എന്താ വെച്ചാൽ നമ്മുടെ ഗുരുവായൂര് ദേവസ്വത്തിന്റെ സ്കൂളാണ് കേട്ടോ, ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാല്. അത് മാത്രമല്ല, ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അച്ഛൻ പറഞ്ഞ സ്കൂൾ കൂടെയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേവസ്വത്തിന് 2 സ്കൂളുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളുണ്ട്, ദേവസ്വ സ്കൂളുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള മലയാളം മീഡിയം സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂളാണ് ഇംഗ്ലീഷ് സ്കൂൾ. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ശ്രീകൃഷ്ണ, അതായത് ശ്രീകൃഷ്ണന്റെ ഗേറ്റിന് മുന്നിലാണ്. ശ്രീകൃഷ്ണ സ്കൂൾ തന്നെയാണ് സ്കൂളിന്റെ പേര്. ശ്രീകൃഷ്ണന്റെ ലോഗോയും കൂടി ഉണ്ട് സ്കൂളിൽ. അതുപോലെ അർദ്ധ സർക്കാർ സ്കൂളാണ് കേട്ടോ, അർദ്ധ സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത്. അതെ. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ SPC ഒക്കെ ഉണ്ട്, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സ്, ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ, നെയിം ഓഫ് പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നല്ലതാണ്. എനിക്ക് തന്നെ കിട്ടിയതായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ ലിറ്റിൽ കൈറ്റ്സിലേക്ക് മാറി, IT മേഖല. അതിനൊരു എക്സാം നടക്കും അല്ലേ? എക്സാം കിട്ടിയ അതിന് ഫിസിക്കലി പ്രിപ്പയർ ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല, ഞാൻ വിട്ടു, എനിക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിൽ, ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്പോർട്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്കൂളിന്. അപ്പൊ ഞാൻ സ്പീച്ചറുടെ കാര്യം പറഞ്ഞില്ല, അതുപോലെ എനിക്ക് കിട്ടിയത് ലിറ്റിൽ ഗേറ്റ്സ് അല്ലേ. അപ്പൊ ലിറ്റിൽ ഗേറ്റ്സിന്റെ ബോർഡും കൂടി കണ്ടില്ലേ, ലിറ്റിൽ ഗേറ്റ്സ് IT ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലിറ്റിൽ ഗേറ്റ്സ് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി. ഇപ്പൊ ലിറ്റിൽ ഗേറ്റ്സിനാണ് ഞാൻ ഉള്ളത്, IT മേഖലയായിട്ടുള്ള. സ്പീസിലേക്ക് ഞാൻ പറഞ്ഞ കിട്ടിയില്ല, അത് ശ്രദ്ധിച്ചില്ല ഞാൻ. അങ്ങനെ ഈ ലിറ്റിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാലും നല്ലൊരു സംഭവമാണ് കേട്ടോ. IT മേഖല റോബോട്ടുകളെ കണ്ടുപിടിക്കുക, സോഫ്റ്റ്വെയർ പഠിക്കുക, അങ്ങനെ കുറെ നല്ല റോബോട്ടിക്സ് അങ്ങനെ ഉണ്ട്, അങ്ങനെ കുറെ പരിപാടി. അപ്പോൾ നമ്മളിപ്പോ സ്കൂളിലെ ഗ്രൗണ്ടിലേക്കാണ്, കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ വണ്ടി. ഇപ്പൊ വാദ്യവിദ്യാലയാണ്, നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. വാദ്യവിദ്യാലയത്തിന്റെ പുതിയൊരു കെട്ടിടമാണ്, 2 എണ്ണം ഉണ്ട്. ഇത് വാദ്യവിദ്യാലയം, ഇവിടെയാണ് പഠിപ്പിക്കണൊക്കെ, ചെണ്ട അതൊക്കെ. നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്, നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഗ്രൗണ്ടിന് കണ്ടെത്തി. പ്രതീക്ഷ പോലെ തന്നെ ഗ്രൗണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അതിസുരക്ഷിത മേഖലയാണ്, ഗ്രൗണ്ട് ആണല്ലോ, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ആരിലൊക്കെ വന്ന് കടക്ക്, വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ, അറിയാണ്ട് ചിലപ്പോ ആൾക്കാരൊക്കെ. അതന്നെ അടച്ചിട്ടിരിക്കുകയാണ് സംഭവം ഇപ്പൊ ഗ്രൗണ്ടിന്റെ വാതില്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണിയാകുമ്പോ ഓപ്പൺ ചെയ്തു, അത് ആൾക്കാർക്ക് വരാം, മോർണിംഗ് വാക്കിനൊക്കെ ആയിട്ട്, മോർണിംഗ് വാക്ക് ഓടാൻ അതിനൊക്കെ വേണ്ടി രാവിലെ. പിന്നെ GSR സ്പോർട്സിന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാല് പിന്നെ അടച്ചു കഴിഞ്ഞാല് പിന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷം, അതായത് ഒരു 5:30-6 മണിയാകുമ്പോൾ, പിന്നെ 5 മണി 5:30 നമ്മൾ ഓപ്പൺ ചെയ്യും. പിന്നെ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത് അടച്ചിടും. കാരണം എല്ലാ സാമൂഹ്യ വിരുദ്ധരെന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാര് അതിന്റെ ഉള്ളിൽ കയറിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില സമയത്ത് രാത്രി ഇവിടെ കളി ഉണ്ടാവാറുണ്ട്. ഫുട്ബോൾ അതുപോലെ ക്രിക്കറ്റ് ഒക്കെ ടൂർണമെന്റ് ഉണ്ടാവും, സ്റ്റേഡിയം ഒക്കെയാണ്, നല്ല സംഭവം കളിക്കാനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഉണ്ടോ അറിയില്ല, ഞാൻ 2-3 ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അറിയില്ല, ഇപ്പൊ അടച്ചിട്ടിരിക്കുമ്പോ. അപ്പൊ സ്കൂൾ അവധിയാണല്ലോ, 5ാം ക്ലാസ് മുതല് +1 +2 വരെയുള്ള സ്കൂളാണ് കേട്ടോ. പിന്നെ ഈ സ്കൂളിന് അരിയന്നൂരില്ല, കോളേജ് ഉണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകൃഷ്ണ സ്കൂൾ. മറ്റെന്താ പറയാ, നമ്മുടെ ദേവസ്വത്തിന്റെ തന്നെ ശ്രീകൃഷ്ണ കോളേജ് ഉണ്ട്, അത് അരിയന്നൂരാണ്. അത് അങ്ങോട്ട് പോകണം, തൃശ്ശൂർ റോഡിന് അരിയന്നൂർ. അതാണ് ശ്രീകൃഷ്ണ കോളേജ്. അപ്പൊ +2 കഴിഞ്ഞവർക്ക് അത്യാവശ്യം മാർക്കുള്ളവർക്ക് അവിടെ കിട്ടും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, ഓരോ രീതികളാണ് പഠിക്കാനൊക്കെ ഉള്ളത്. അപ്പൊ നമുക്കിനി വാദ്യവിദ്യാലയം പോകാം. നമ്മുടെ ദേവസ്വത്തിന് തന്നെയാണ് വാദ്യവിദ്യാലയം. 2 കെട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വന്നപ്പോ തന്നെ.
അപ്പൊ ആദ്യത്തെ നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോവാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് വാദ്യവിദ്യാലയം. ഇവിടെയാണ് വാദ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. കുറുങ്കുഴല്, അതുപോലെ ചെണ്ട, മദ്ദളം, തിമില, അങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ, കൊമ്പൊക്കെ ഉണ്ടല്ലോ, സ്ഥലമാണ്. അതൊക്കെ പഠിപ്പിക്കണത് ഇവിടെയാണ്. ഇപ്പൊ 2 കെട്ടിടം ഉണ്ട് സത്യം പറഞ്ഞ, 2 കെട്ടിടം. ഒന്ന് അവിടെ അവിടെ മുന്നുള്ള തന്നെയാണ്. പിന്നെ ഇവിടെയാണ് ഇപ്പൊ പുതിയതായിട്ട് പണിതത്. ഇതിപ്പോ ഒരു 2-3 വർഷം, 1 വർഷം കണ്ടായി. ഇവിടെയാണ് ഇപ്പൊ വാദ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അവിടെ ഉണ്ട്, അവിടെ ഇപ്പൊ പിള്ളേര് കുട്ടികൾ തന്നെ താമസിപ്പിക്കുന്നത് അവിടെയാണ്. അവിടെ ഇപ്പൊ പുരാതന രീതിയിൽ, അത് പണ്ട് കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഗുരുകുല സമ്പ്രദായമാണ്. 3 വർഷം, ഇപ്പൊ 4 വർഷമായിരുന്നു തോന്നുന്നു. അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കണത്. ഇപ്പൊ പണ്ടത്തെ രീതിയിൽ അതേപോലെ തന്നെ ആശാന്മാരൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഊണ്, ഉറക്കം, അമ്പലത്തിക്ക് ഭക്ഷണം. പിന്നെ ശനി ഞായർ മാത്രം വീട്ടിലേക്ക് പോകും. അവിടെ അടുത്തുള്ളവർക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അത് മുന്നേ അതൊന്നും അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. അച്ഛനമ്മമാര് വന്ന് കാണാം എന്ന് മാത്രമല്ല, വീട്ടിലേക്ക് പറഞ്ഞേക്കില്ലായിരുന്നു. ഇപ്പൊ ശനി ഞായർ നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ഗുരുവായൂർ മാത്രമല്ല കേട്ടോ, ഇവിടെ തിരുവനന്തപുരത്ത്, പത്തനംതിട്ട, കോട്ടയം, അവിടെ നിന്നൊക്കെ കുട്ടികൾ 7 വയസ്സ് മുതൽ കുട്ടികളെ ഇവിടെ കൊടന്നാക്കുവര്. പിന്നെ ഇത് +2 കഴിഞ്ഞിട്ടാണ് പോവുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ ആ കുട്ടികൾക്ക് ഇവിടെ തന്നെ മറ്റേ വാദ്യങ്ങൾ പഠിച്ചിട്ട് ഇവിടെ തന്നെ കൊട്ടാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ 3 പരീക്ഷ ഉണ്ടാവും. 3 പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമേ കൊമ്പ് വാദ്യങ്ങൾ കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ഈ ദേവസ്വത്തിന്റെ ഓരോ നിയമങ്ങളുണ്ടല്ലോ, ആ രീതിയിലാണ്. നല്ല ചിട്ടയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ പണ്ടത്തെ പുരാതന രീതിയിൽ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ വാദ്യവിദ്യാലയത്തിലേക്ക് പോവാം. ഗുരുവായൂരത്തെ മെയിൻ പ്രത്യേകത നല്ല തമാശക്കാരനാട്ടെ, വേറെ ഒന്നല്ല. ഇവിടെ ഗുരുവായൂർ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇഷ്ടം പോലെ കുറെ കെട്ടിടങ്ങളും വന്നതിനുണ്ട്, കുറെ കെട്ടിടങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ കുറെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഞങ്ങളുടെ സ്കൂൾ തൊട്ടടുത്തൊരു പാർക്കിംഗ് ഏരിയ ഇതാണ്, കണ്ടില്ലേ? ഇതാണല്ലോ പിന്നെ ചെറിയ പാർക്കിംഗ് ഏരിയ. അങ്ങനെ ഗുരുവായൂർ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, കുറെ കണക്കിന്. നല്ല തിരക്കാണ്. അതാണ് ഈ പ്രധാനമായിട്ട്. കുറെ അന്യ സംസ്ഥാനത്തു നിന്നും അടുത്തുള്ള ജില്ലകളിൽ നിന്നും കുറെ അകലെ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, ഓരോ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അത്യാവശ്യം തിരക്കുള്ളപ്പോൾ അത്യാവശ്യം വാഹനങ്ങളും ഉണ്ടാവും. ഇപ്പൊ എല്ലാവരിലും വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഇതേപോലെ വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ 2 മാസം അവധിയും കൂടിയാണ്. എല്ലാവരും വരും. ഗുരുവായൂർ അങ്ങനെ പ്രത്യേകം കൂടി ഉണ്ട്, എല്ലാവരും വരും. 2 മാസം വെക്കേഷൻ. അപ്പൊ എല്ലാവരും പറയാ 2 മാസം വെക്കേഷൻ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നമുക്കൊന്ന് പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും. ഇവിടെ അല്ല കേട്ടോ, അവിടെയൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഗുരുവായൂർ ദേവസ്വന്റെ ആദ്യത്തെ വാദ്യവിദ്യാലയത്തിലേക്കാണ്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഇപ്പൊ കഴിഞ്ഞപ്പോ ഇവിടെ വന്നു. ഇവിടെയാണ് കുട്ടികള് ഇതാണ് ഇവിടുത്തെ ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയം. അതാണ് ഗുരുവായൂര് വാദ്യവിദ്യാലയം, ദേവസ്വന്റെ ആദ്യത്തെ വാദ്യവിദ്യാലയം. ഇവിടെ പഠിക്കണവർക്കൊക്കെ ഇവിടെ താമസിക്കാം. അതെ. അപ്പൊ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് കേട്ടോ. അതായത് 7 വയസ്സ് മുതലുള്ള കുട്ടികളെ ഇവിടെ കൂടെ നാക്കുമ്പോൾ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടൊക്കെയാണ് കുട്ടികൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പൊ അതുവരെ സംരക്ഷണം ഇവരുടെ കയ്യിലാണ്, നമ്മുടെ ദേവസ്വത്തിന്റെ കയ്യിലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അടക്കം ഒരു ചിട്ടയോടും കൂടിയിട്ടാണ് അവർ കുട്ടികളെ ശ്രദ്ധിക്കുക, മറ്റേ കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ ഈ വാദ്യവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേപ്പൻഡ് കിട്ടും. സ്റ്റേപ്പൻഡ് ഒരു കിട്ടും. അത് അവർക്ക് എണ്ണ, തോർത്ത്, സോപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉള്ള അവരുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് 1000 രൂപ. പിന്നെ അതുപോലെ തന്നെ ആഹാരം, ഫുഡ് നമ്മുടെ അമ്പലത്തിന് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് കിട്ടും. പിന്നെ രാവിലെ ഉണ്ടാവും, രാവിലെ ചായ, അങ്ങനെയുള്ള ഐറ്റംസ്, വൈകുന്നേരം ഫുഡൊക്കെ അവർക്ക് താമസിക്കാൻ കാർഡൊക്കെ ഉണ്ട്. അമ്പലത്തിൽ കയറാണ് സുഖം. അതെ. നമ്മുടെ ഈ വാദ്യവിദ്യാലയത്തിന് പുറകിലായിട്ട് തന്നെയാണ് അവിടെ ആയുർവേദ ആശുപത്രി ഉള്ളത്, അല്ലേ? അതെ, ആയുർവേദ ആശുപത്രി അവിടെ പുറകിൽ തന്നെ, ഇവിടെ ദേവസ്വത്തിന്റെ പുറകിൽ തന്നെ. ഇതുപോലെ തന്നെ സൗജന്യാണ് കേട്ടോ. അത് എല്ലാ ആൾക്കാർക്കും സൗജന്യം. ഡോക്ടറെ കാണാൻ മറ്റേ ഇതാണ് സൗജന്യാണ്. അവിടെ നിന്നുള്ള കഷായം, അരിഷ്ടം എന്നുള്ള സാധനങ്ങളൊക്കെ സൗജന്യാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ആയുർവേദത്തിന്റെ ആണിത്, അത് ആലോചിക്കണം. എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, ആനകളുടെ പേരും കുറെ ആനകളുടെ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടാന്ന് തോന്നുന്നു ആനകളുടെ പേരൊക്കെ പഠിക്കണം. കാരണം കുറെ ആനകളുടെ പേരുണ്ട്, ഇഷ്ടം പോലെ 10, 20, 30 കുറെ ആനകളുടെ പേരുണ്ടല്ലേ? ഒത്തിരി ആനകളുടെ പേരുണ്ട്. പറഞ്ഞു നന്ദനത്ത് ഗോപാലകൃഷ്ണൻ, മംഗലാംകുന്ന് കർണൻ, മംഗലാംകുന്ന് ഗണപതി, ഒത്തിരി എല്ലാ പേര്, തിരുവമ്പാടി കുട്ടിശങ്കരൻ. അപ്പൊ ഇവിടെ ഈ ആനപ്രതിമ ഉണ്ടാക്കിയത് കാണാൻ നല്ല രസമുണ്ട്. കാണാൻ നല്ല നിർമ്മിതി അടിപൊളിയുണ്ട്. അപ്പൊ ഇത് കാണാൻ വേണ്ടി ഇത് കൂടെ ആൾക്കാർ പോകുമ്പോ ഒത്തിരി ആൾക്കാർ പോകും, ഒത്തിരി ആൾക്കാർ കാണും. നല്ല സ്റ്റൈലാണ്. നാഗേരിമന കേശവൻ എന്നാണ് ആനക്ക് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ആൾക്കാരൊക്കെ, ഇവിടെ ഗുരുവായൂരില്ലാത്ത ആൾക്കാരൊക്കെ വന്നു ആന നിൽക്കുന്ന കൂട്ടിനകത്ത് ഇങ്ങനെ കെട്ടിട്ട് പെട്ടെന്ന് ഞെട്ടും. പിന്നെ ഇത് ഒറിജിനൽ അല്ലല്ലേ,
ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടല്ലോ, എന്റെ സ്കൂൾ ശ്രീകൃഷ്ണ സ്കൂൾ, അപ്പൊ അതിന്റെ CBSE ഉണ്ട് ഒരു ദിവസത്തിന് തന്നെ. അപ്പൊ നമുക്ക് ആ കാഴ്ച CBSE സ്കൂൾ അപ്പോ CBSE സ്കൂൾ എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ അതിന് മുന്നേ എന്താ വെച്ചാ 4ാം ക്ലാസ്സില് അവസാനമൊക്കെ ആകുമ്പോ കൊറോണ വന്നു. കൊറോണ വന്ന്. അപ്പൊ എനിക്ക് ആനുവൽ എക്സാം എഴുതാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ സെൻഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ബലൂണൊക്കെ വാങ്ങിക്കാൻ, സ്നോ സ്പ്രേ ഒക്കെ വാങ്ങിക്കാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു ക്ലാസ്സിൽ. ടീച്ചർമാരൊക്കെ ഒന്നും നടന്നില്ല. കൊറോണ വന്നപ്പോ പോയി. പിന്നെ എന്നിട്ട് 5ാം ക്ലാസ് ഒക്കെ ആയപ്പോ 5ാം ക്ലാസ് തിരങ്ങട സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു, LKG വിട്ടിട്ട്. പിന്നെ അവിടെ നിന്ന് 5ാം ക്ലാസ് എത്തിയപ്പോ അവിടെ GUP സ്കൂൾ ഉണ്ട് ഗുരുവായൂരിന്റെ. 7ാം ക്ലാസ് വരെ ഉള്ളൂ. ആ സ്കൂളിലേക്ക് ചേർന്നു. സ്കൂളിൽ ചേർന്നപ്പോ 5ാം ക്ലാസ് പോയി. 5ാം ക്ലാസ് കൊണ്ടുപോയി കൊണ്ടുപോയി. പിന്നെ 6ാം ക്ലാസ് പകുതി തുടക്കമാണ് സ്റ്റാർട്ടായി. പിന്നെ 6ാം ക്ലാസ് ഒക്കെ ഉള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. 7ാം ക്ലാസ് ഒക്കെ ആ സ്കൂളാണ് ഈ സ്കൂള്. ഇവിടെ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു, നല്ല ടീച്ചർമാരൊക്കെ അവിടെ. 7ാം ക്ലാസ് വരെ ഉള്ളൂ ഇവിടെ. അതെ, GUP ഗവൺമെന്റ് സ്കൂളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അധികം കുട്ടികളും ഇല്ല ക്ലാസ്സിലൊന്നും. കുട്ടികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് മറ്റേ അധ്യാപകര് നോക്കിയിരുന്നു, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നമുക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ കൊണ്ടുപോകും. നല്ല രസമായിരുന്നു. 5 പകുതി അല്ല 5 അവസാനമൊക്കെ ആയപ്പോ ഒരു ബുക്ക് തന്നു എക്സാമിന്. ഞാൻ എന്റെ കിളി പോയി. ഇത്ര ഒട്ടിക്കുള്ള എക്സാം ബുക്ക് ഞാനൊക്കെ കൃത്യമാക്കി ഉത്തരൊക്കെ ചെയ്ത് കൊടുത്തു. അത് നല്ല കൊള്ളായിരുന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിരു 3 സ്കൂൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പഠിച്ചത് നമ്മുടെ തിരുവെങ്കട സ്കൂളിലാണ്, ALP സ്കൂളിൽ LKG മുതൽ 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് 5 മുതൽ 7 വരെ പഠിച്ചത് നമ്മുടെ GUP സ്കൂള്, ഗവൺമെന്റ് GUP സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോ 8, 9 ഇനി അടുത്ത കൊല്ലം SSLCയിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പൊ ഇവിടുത്തെ ടീച്ചർമാരൊക്കെ ആയിട്ട് നല്ല സംസാരം ഇതൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പൊ അവിടുത്തെ ഒരു ടീച്ചറുടെ മോളുടെ കല്യാണം ഉണ്ട്, അപ്പൊ അത് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഈ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും വിളിച്ച് സംസാരിക്കും. അതെയാ? അതെയാ? എന്നിട്ട് പേര് അതെ അല്ലേ? മഞ്ഞുമാസ്. ശരി. കണ്ടു മനസ്സിലായി. അതെ, ഞാനൊരു എക്സിബിഷൻ നടന്നില്ലേ കലൂർ സ്റ്റേഡിയത്തിന്റെ. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ വിടും. നമ്മൾ ഓരോന്നോരോന്ന് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ, അപ്പൊ അങ്ങനെ ശരിയാകും. കാണാൻ പറ്റില്ല ചേട്ടൻ, ഞാൻ വലിയ ഫാനാണ്. ആണോ? താങ്ക് യു. അമ്പലത്തിൽ തൊഴുതു. അതെല്ലേ? അനീതിക്ക് അറിയില്ല, ചേട്ടന് മനസ്സിലായില്ല. കാണിച്ചിട്ട് ഇതാ ചേട്ടൻ, നമ്മൊന്ന് കണ്ടാണ്, പരിചയപ്പെട്ടാണ്. അതെ. മേനകയിൽ വെച്ചിട്ട് നമ്മള് മറ്റേ ഇതില് വെച്ചിട്ട് മറൈൻ ഡ്രൈവ് അവിടെ വെച്ച് പരിചയപ്പെട്ട സമയത്ത് മുളങ്ങുന്നത്തുകാവ് കോഞ്ചേരി റോഡിൽ നിന്ന് വന്നിട്ടുള്ള സച്ചിദാനന്ദൻ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ ഗണപതി അമ്പലത്തിന് മനുമാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോഗറാണിട്ടത്. അപ്പൊ അയാളുടെ മറ്റേ വീഡിയോ ആൾക്കാര് മറ്റേ നമ്മുടെ വീഡിയോസ് കാണുമ്പോ അന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കാണണം. അതെ, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതെ ചില വലിയ ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവും, ചില കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പ്രായമുള്ള പിള്ളേർക്ക് അതന്നെ, അങ്ങനെ വർക്കില്ല. ഞാൻ എപ്പോഴും ഷൂട്ടിംഗ് വർക്കിനോ. അതെല്ലേ? ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി, പൊങ്കാല സിനിമ. അതിന്റെ ഷൂട്ടുണ്ട്. അതെല്ലേ? അങ്ങനെ കാര്യങ്ങളൊക്കെ പോസ്റ്റാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായും കാണാം. ആയിക്കോട്ടെ, ഓക്കെ, ശരി. അറിയില്ല അതല്ലേ? കുഴപ്പമില്ല. ശരി. നല്ല കണ്ടുവരും, എനിക്ക് മറക്കൂല. അതല്ലേ? പേരെല്ലാം അതെ നമ്മുടെ എല്ലാരും മുഖം. അതെ, ഓക്കെ. താങ്ക് യു ജി. എല്ലാരും ബൈ. ഓക്കെ, ശരി. ഞാൻ ആലുവയിൽ പോവാം. അതല്ലേ? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ആൾക്ക്, ഭയങ്കര സന്തോഷമായി ആൾക്ക്. കാരണം എന്താ വെച്ചാല് ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ തീർച്ചയായിട്ടും എറണാകുളം വെച്ചിട്ട് നമ്മൾ അന്ന് പരിചയപ്പെട്ടാണ് മീറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അയാൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മറ്റേ സന്തോഷകരമായിട്ടുള്ള കാര്യം കേട്ടോ.
കാരണം ഞാൻ കേരളത്തില് പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ വീഡിയോസ് അദ്ദേഹം എന്നും കാണാറുണ്ട്, മറ്റുള്ളവർ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ അഭിനയം, നമ്മുടെ ഈ വർത്തമാനമൊക്കെ വലിയ ഇഷ്ടമാണെന്നാണ് പുള്ളി പറയണത് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമായി, ഭയങ്കര എക്സൈറ്റഡ് ആയി നമ്മള്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നില്ലായിരുന്നു നമ്മുടെ സ്കൂള്. അപ്പൊ നമുക്ക് ഈ സ്കൂളെ പഠിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോഴേ ശ്രീകൃഷ്ണ സ്കൂളിന്റെ CBSE സ്കൂളിലേക്ക് പോവാം. നമുക്ക് അവിടെ പോയേക്കാം. അപ്പൊ നമ്മള് CBSE സ്കൂളിൽ എത്തിയ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി ഗുരുവായൂരിന്റെ CBSE സ്കൂൾ, ഇതാണ് കാണുന്ന സ്കൂള്. ഇവിടെ എത്തി. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ പറഞ്ഞു വെച്ചാൽ എന്തൊക്കെയാണ് എന്താ വെച്ചാല് മറ്റേ നമ്മുടെ ഇതിന്റെ തന്നെ ദേവസ്വത്തിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ, അതായത് CBSE സ്കൂള്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നിരുവിന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ചെണ്ടയിലുള്ളതാണ്. അവൻ ഇവിടെ പഠിക്കുന്നത്. അവ എത്രയില് +2 അല്ലേ? അതായത് LKG മുതല് +2 വരെ ഉണ്ട് ഇവിടെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടത്. ഇത് ദേവസ്വത്തിന്റെ കീഴിലുള്ള സ്കൂൾ തന്നെയാണ്. ഇപ്പൊ അവിടെ നമ്മള് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടില്ലേ, ഇംഗ്ലീഷ്, അതായത് നമ്മുടെ മറ്റേ എന്താ പറയാ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂള്. അത് മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷും മീഡിയം ഉണ്ട് അതില്. അതുകൂടാതെ തന്നെ CBSE സ്കൂളാണ് അവരുടെ തന്നെയാണ്. അത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ സ്റ്റേറ്റ് സിലബസ്. ദേവസ്വത്തിന്റെ കീഴിൽ 2 സ്കൂളുണ്ട്, ഒന്ന് CBSE സ്കൂളും സ്റ്റേറ്റ് സിലബസ്. അതുപോലെ ഒരു കോളേജും ഉണ്ട്, ആര്യന്നൂർ കോളേജ് 3 കോളേജ്. അപ്പൊ ഞങ്ങള് സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കല്ലേ ഒരു ടീ ബ്രേക്ക് നമുക്ക് ഒരു ചായ കുടിക്കാം. പഴയടത്തിന്റെ ഹോട്ടലിൽ നിന്നാണ് ഒരു ടീ കുടിക്കാൻ നമുക്ക്. ഓക്കെ, പഴയടത്തിന്റെ ഹോട്ടലിൽ നിന്നാണ് ഒരു ടീ കുടിക്കാൻ നമുക്ക്. ഓക്കെ, പഴയടത്ത് ഭയങ്കര ആഘോഷാട്ടോ, വേറെ ഒന്നുമല്ല, വിഷു പ്രമാണിച്ചിട്ട് ഭയങ്കര കോംബോ ഓഫർ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞാണ് 10 ദിവസം തിരക്കൊക്കെ ഉണ്ട്. ചായ കുടിക്കാൻ പറ്റും, നല്ല തിരക്കാട്ടോ. പഴയടത്ത് ചായക്ക് നല്ല ഡിമാൻഡ്, തിരക്കുണ്ട്, വേറെ ഒന്നുമല്ല, ടേസ്റ്റ് കിട്ടും. വിഷു ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ, അല്ലെങ്കിൽ നല്ല ആൾക്കാരുണ്ട്. ഇപ്പൊ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇച്ചിരി ലേറ്റ് ആവും ചായ കൊണ്ടുവരാൻ. ചായക്കുള്ള വെയിറ്റിംഗ്. ഗ്ലാസ് തീരെ കുറവാണ് അവിടെ. അപ്പൊ നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല തിരക്കാ, നല്ല ഭംഗിയുണ്ട് ചായ. അപ്പൊ നമുക്ക് ചായ വന്നു, പിന്നെ ചായ കുടിക്കാം. ചായയും കടി ഉണ്ടല്ലോ, ചോദിച്ചോ കടിയെല്ലാം കിട്ടും. അത് ചായക്കെന്ന് വെച്ചാൽ കഴിക്കാൻ എന്തുണ്ട്? കടി എന്തിട്ടുണ്ട്? ഉച്ചക്ക് കഴിച്ചില്ല, വേണം കടി, പഴംപൊരി, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. പക്ഷെ വിശക്കുന്നില്ല. ഉച്ചക്ക് ചോറ് കഴിച്ചായിരുന്നു, ഊണ് കഴിച്ചല്ലേ. വേണ്ട ചായ, നമുക്ക് ചായ കുടിക്കാം. പഴയടം ചായ കുടിച്ചു നോക്കാം, നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ചൂടുണ്ട്. ചായ എങ്ങനെയുണ്ട്? അടിപൊളി ചായ, സൂപ്പർ അല്ലേ? അടിപൊളി ചായ, നല്ല ചൂട്. 2 ഗ്ലാസ് ആക്കി 2 ഗ്ലാസ് വെച്ച് കുടിക്കേണ്ട അവസ്ഥ. പഴയടം ചായയാണ്, സൂപ്പർ ചായ. നല്ല തിരക്കാണ് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിട്ട്. കാജാട്ടി ഉണ്ട്. നമ്മളിവിടെ വന്നിട്ടാണ് ഒരു വിധമൊക്കെ നമ്മള് ഒരു സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കണം തോന്നുമ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ടാണ് നമ്മളുള്ള ഒരു ചായ കുടിക്കാൻ. അപ്പോ ഞാൻ തിരുവങ്ങട സ്കൂളിലേക്ക് പോവാണ്. ഈ വഴിയാണ്. അപ്പൊ മേൽപ്പാലം കയറി വേണം പോകാൻ വേണ്ടി. തിരുവങ്ങട അമ്പലത്തിന് അടുത്തായിട്ട് തന്നെയാണ്. അതാണ് തിരുവങ്ങടം ALP സ്കൂൾ എന്നുള്ള പേര് വരാൻ കാരണം. അപ്പൊ നമ്മൾ ഈ മേൽപ്പാലം പതുക്കെ കയറി പോവാൻ നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോഴാണ് മേൽപ്പാലം വന്നത്. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേൽപ്പാലത്തെ കുറിച്ച്. മേൽപ്പാലത്ത് ഈ ഒരു 2-3 വർഷം കണ്ടായിട്ടുള്ളൂ വന്നിട്ട്. ഇപ്പൊ അടിപൊളി മേൽപ്പാലായിട്ടോ. 10 വയസ്സിന് ഗോകുലം പോലൊക്കെ ഇവിടെ ഇപ്പൊ ഗോകുലം പാർക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് മേൽപ്പാലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അടിയിൽക്കൂടെ ട്രെയിനൊക്കെ പോവും. നല്ല രസമുണ്ട് ഇത് കൂടെ പോകുമ്പോ. ഇവിടുന്ന് നേരെ പോയിക്കാൻ നമുക്ക് തൃശ്ശൂര് പോവാം. അതെ. ഈ സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചത്. സൈക്കിളാണ്, കാറൊന്നല്ല. അപ്പോ എന്റെ സ്കൂളിലേക്ക് പോകുമ്പോ ഇങ്ങനൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ, ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് ഇവിടെ ഇഷ്ടംപോലെ നടന്നുണ്ട്. ഇവിടെ അല്ലേ ഇതിന്റെ പുറക് റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു അവസാനം ഉണ്ടല്ലോ, അവിടെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയോ റെയിൽവേ സ്റ്റേഷന്റെ. അതെ, പണി നടന്നുകൊണ്ടിരിക്കുക. അതെ, ഈ വഴി വേണം പോവാൻ വേണ്ടിട്ട്. നമുക്ക് ഇങ്ങനെ
തിരുനാവായിലേക്ക് മുട്ടിക്കാനുള്ള ട്രാക്കാണത്. ആ അപ്പൊ അത് ഓപ്പൺ ആയിട്ടില്ല, അതിനുള്ള കേസും കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഫ്രണ്ടേജ് ഒക്കെ പൊളിച്ചു, ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുക, പണി നടന്നോണ്ടിരിക്കുക. ഞാൻ കണ്ടായി, നല്ല രസമുണ്ട്. നമുക്ക് നേരെ തിരുവങ്ങട സ്കൂളിലേക്ക് പോവാം. അപ്പോ തിരുവങ്ങടം വെങ്കടാചലപതി ക്ഷേത്രത്തിന്റെ അടുത്തെത്തി. കണ്ടില്ലേ, ഇതാണ് തിരുവങ്ങട അമ്പലം. മേളം നടന്നോണ്ടിരിക്കട്ടെ. അപ്പൊ ഈ വഴിയാണ് ഇപ്പൊ നമ്മൾ നേരെ പോണത്. ഈ വഴിയാണ് നമ്മൾ നേരെ നമ്മുടെ തിരുവങ്ങടം സ്കൂളിലേക്ക് പോകുന്നത്, ALP സ്കൂൾ. നമുക്ക് ഈ വഴി പോവാം. ഇതാണ് കേസ് കൊടുത്ത് കുട്ടേട്ടന്റെ കട. കുട്ടേട്ട അതേ, നമ്മളെത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ സ്കൂള്, എന്റെ സ്കൂള്, തിരുവങ്ങട സ്കൂളിലെത്തി. എത്തി. വലിയ മതിലേക്കാണല്ലോ. ഞങ്ങളുടെ ചെണ്ട ക്ലാസ് ഈ റോഡായിരുന്നു. അതെ, എത്തി കഴിഞ്ഞു. അപ്പോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, ഞങ്ങൾ പറഞ്ഞില്ല, അമ്പലമൊക്കെ കണ്ട്, റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട്, സ്കൂളിന്റെ അവിടെ എത്തി. അല്ലേ സ്കൂളിൽ നിരഞ്ജൻ കുട്ടി LKG മുതല് 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത്. അടച്ചിട്ടിരിക്കുകയാണ്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവന് നമ്മളിവിടെ ചേർക്കുമ്പോ ഇത്രയൊന്നും ഉണ്ടാവും, ഇത്ര വലിയ ഗേറ്റ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 മതിൽക്കെട്ടില് സ്റ്റെപ്പായിട്ട് ഇറങ്ങി. അതെ, ഇപ്പൊ അതൊക്കെ വൃത്തിയാക്കി, അതൊക്കെ അടിപൊളിയാക്കി, സൂപ്പറാക്കി, അടിപൊളി സ്കൂളായി കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ 4ാം ക്ലാസ് വരെ ആള് പഠിച്ച സ്കൂളാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവിടുത്തെ അധ്യാപകരാണെങ്കിലും നല്ല അധ്യാപകരായിരുന്നു. ഇവരനൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിരുന്നേ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത അവർക്കുണ്ട്. ഇവിടെ പള്ളി സ്കൂളാണ്. അപ്പൊ ഇവിടെ ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആനിവേഴ്സറിക്കാണ് ഞാൻ മിമിക്രി ഒക്കെ ചെയ്ത് തുടങ്ങിയതല്ലേ. ഇവിടെ നല്ല തുടങ്ങിയത് ഇവിടെ തുടക്കമൊക്കെ ഇവിടെ എന്തൊരു പരിപാടിക്ക്, സ്കൂളിൽ എന്തോ പരിപാടിക്ക് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു മിമിക്രി ചെയ്ത് നോക്കിയാലും. ഒപ്പം തന്നെ പറഞ്ഞു നമുക്ക് ആനയുടെ ശബ്ദം ഉണ്ടാക്കി വെക്കാം, ആനിവേഴ്സറിക്ക് വേണ്ടിയല്ലേ, അതിന് തുടക്കമായിട്ട് കൂടിയിട്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകരെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എന്ത് കലയാണെന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കല, ഓരോ കുട്ടികളെ ശ്രദ്ധിക്കും. അതിനനുസരിച്ചാണ് അവർക്ക് ഇത് കൊടുക്കുന്നത്, മോട്ടിവേഷൻ കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഇവ ഇങ്ങനെ അനുകരണ കലയാണല്ലോ ഇത്, മിമിക്രി. അപ്പൊ അതെടുത്ത് കണ്ടപ്പോ അവർക്ക് വലിയ ഇഷ്ടമായി. ആനിവേഴ്സറിക്ക് അവതരിപ്പിക്കാന്ന് പറഞ്ഞു, അടിപൊളിയായി പ്രിപ്പയർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ മിമിക്രിയുടെ ഒരു എന്താ ജില്ലാ കലോത്സവം വരെ പോയി നമ്മള്. അപ്പൊ ഞങ്ങൾ ഈ വഴി എന്ന് വെച്ചാൽ കൂടുതല് സ്കൂള് കഴിഞ്ഞിട്ടും 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെണ്ട ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് വരുമ്പോ ഈ വഴിയാ. അപ്പൊ ഞാൻ ആലോചിക്കോ, ഞാൻ സ്കൂള് പഠിച്ച സ്കൂള് വരണം. ഇടയ്ക്കൊക്കെ വരും, ടീച്ചർമാരൊക്കെ കാണും, മെസ്സേജ് ഉണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. നല്ല അധ്യാപകരാണ്. സാജി സാറൊക്കെ HM ആണ് ഇപ്പോഴും. ഇവിടെ അല്ലേ മാറി വന്നിട്ട് ഇപ്പോഴത്തെ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ അല്ല റോബിൻ സാറൊക്കെ അതിന് മുന്നുണ്ടായിരുന്നു. നല്ല സാറായിരുന്നു. അത് ഓരോ HM-നും 5 വർഷമായിരുന്നു ഇവിടെ. 5 വർഷമാണ് ഓരോ സ്കൂൾ കൊടുക്കുന്നത്. പിന്നെ എല്ലാ ടീച്ചർമാരും നല്ല ടീച്ചർമാരായിരുന്നു. മരിയ ടീച്ചർ, ജൂലി ടീച്ചർ, ബീന ടീച്ചർ, സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് LKG UKG അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാൻസി ടീച്ചർ, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ കഞ്ഞി വെക്കാനൊരു ചേച്ചി, അയ്യോ മറക്കില്ലട്ടെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് ഇവിടെ മറ്റേ കൊണ്ടുവരുമ്പോ ഇവിടെ കണ്ണിമാങ്ങ വീഴും. പുള്ളി LKG-യിൽ അവിടെ ഒരു മറ്റേ മാവുണ്ട്. അപ്പൊ കണ്ണിമാങ്ങ വീഴുമ്പോ ഈ കണ്ണിമാങ്ങ ഈ ചേച്ചിയുടെ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് തരാൻ പറയും. അപ്പൊ ചേച്ചി എന്തേലും പണിത്തിരക്കില്ല, ഈ അരി കഴുകുക, അതുപോലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കണല്ലോ. അപ്പൊ അതിന് തിരക്കില്ല. അപ്പൊ അവിടെ വെച്ച മോനെ ഞാൻ പിന്നെ ചെയ്തരാന്ന് പറയുമ്പോ ദേഷ്യപ്പെട്ടു. അത് ആ ചേച്ചി ഇന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കും. അത് കാരണം അതൊരു അന്നത്തെ കുട്ടിക്കാലത്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒക്കെ കേൾക്കുമ്പോ നല്ല രസമാണത്. സന്തോഷകരമായിട്ടുള്ള ഒരു ഇതൊക്കെയാണ്, സംഭവങ്ങളാണ് അതൊക്കെ. അന്ന് എന്നുവെച്ചാ കൂട്ടുകാരുടെ പറഞ്ഞ കണ്ണുവാങ്ങ ഉപ്പിട്ട് കൊണ്ടിരും, ഞാൻ മറന്നെത്തി വീട്ടിൽ നിന്ന് കൊണ്ടിരും. അപ്പൊ അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് വീട്ടിൽ സങ്കടമായി ചോദിച്ചു. അപ്പൊ അങ്ങനെ തന്നിട്ടായിരിക്കും അപ്പൊ തന്നെ വെട്ടിത്തരാം, അപ്പൊ നിൽക്കുമ്പോനെ വെട്ടിത്തരാന്ന് പറയും. അപ്പൊ അത് അവർക്ക് കണ്ടപ്പോ മനസ്സിലായി, അതായത് കുട്ടികളല്ലേ, അപ്പൊ അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. എന്തായാലും ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും അധ്യാപകരാണെങ്കിലും കുട്ടികളിലേക്ക് കെയറിങ്ങും എന്ത് കാര്യങ്ങളിലും നമ്മളെല്ലാവരെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിരുന്നു. ഞാനിവിടെ സ്കൂളിൽ PTA വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരു 3 കൊല്ലം ഉണ്ടായിട്ടുണ്ട് ഞാൻ.
അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം സ്കൂളിനെ കുറിച്ച് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ സ്കൂളാണ് ഈ സ്കൂള്. എന്തൊരു മാറ്റ, അയ്യോ ഈ മാവിന്റെ അച്ഛൻ പറഞ്ഞത് അടിപൊളി സ്കൂളല്ലേ. എന്റെ സ്കൂൾ മൊത്തം കറങ്ങി സ്കൂളുകളൊക്കെ കണ്ടിരുന്നു. സ്കൂളിൽ നിന്ന് സ്കൂളിലേക്കായിരുന്നു. LKG മുതല് 10ാം ക്ലാസ് വരെ എത്തിയപ്പോ അത് വരെയുള്ള സ്കൂളെല്ലാം കണ്ടത്. ഇപ്പൊ നല്ല മഴക്കാരനാണ്ടില്ല, അത്യാവശ്യം നല്ല മഴക്കാർ ഇപ്പൊ ഉണ്ട്. മഴ പെയ്യുന്നു തോന്നുന്നു. ചിലപ്പോ ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത നല്ല സാധ്യത ഉണ്ട് കേട്ടോ. അതെല്ലാം ഭയങ്കര ചൂടല്ലേ ഇപ്പൊ എല്ലായിടത്തും. അപ്പൊ നന്നായിട്ടൊരു മഴ പെയ്യുവാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണ്, ഏറ്റവും ബെറ്റർ ആണ്, ഉചിതമാവുമായി. അപ്പോ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.